എന്നിട്ടോ ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. നാട്ടുകാരോട് ചോദിക്കുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടുകാർ പറഞ്ഞു, ഉണ്ട്. ലാ യഖ്റുജു ഇലൈനാ യൗമൻ ഫിശ്ശഹരി, മാസത്തിൽ ഒരു ദിവസം നമ്മളിലേക്ക് വരാറേ ഇല്ല. മാസത്തിൽ ഒരു ദിവസം, മന്ത്ലി വൺ ഡേ നമ്മളിലേക്ക് മഹാനവറുകൾ വരാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല, എന്തുകൊണ്ടാണെന്ന് നമുക്കറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ദിവസം എല്ലാ മാസവും ലീവാണ്. ചോദിച്ചു, സഈദങ്ങളെ ശരിയാണോ? സുബ്ഹാന ജല്ല ജലാലുഹു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശരിക്കും ശ്രദ്ധിച്ചോളണേ. മഹാനവറുകളുടെ ജീവിതം സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ ജീവിതം പഠിക്കേണ്ട ജീവിതമാണ്, ഉൾക്കൊള്ളേണ്ട ജീവിതമാണ്. മഹാനവറുകൾ മറുപടി പറയാൻ തുടങ്ങി. മറുപടി എന്താണെന്നറിയുമോ? ലൈസ ലീ ഖാദിമുൻ യാ അമീറൽ മുഅ്മിനീൻ. ഞാൻ ഇനി പറയുന്ന മറുപടി വല്ലാത്ത മറുപടിയാണ്. എനിക്കതാ ഹെൽപ്പിന് ഒരാളുമില്ല, എനിക്ക് ഹെൽപ്പിന് ഒരാളുമില്ല. ഞാൻ ഒറ്റത്തടിയാണ്, ഞാൻ ഒറ്റക്കാണ്, ആരെയും കൂടെ കൂട്ടാറില്ല. വലൈസ ഇൻദീ സിയാബുൻ ഗൈറുല്ലതീ അലയ്യ, എന്നിൽ ഇട്ടുപോയ ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എന്നിലില്ല. എനിക്ക് ഒരേ ഡ്രസ്സുള്ളൂ. ഓ അമീറുൽ മുഅ്മിനീൻ, പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരനാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. മഹാനവറുകൾ പറയുന്നു, ലൈസ ഇൻദീ സിയാബ്, ഈ ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവും എന്നിലില്ല. ഒറ്റ വസ്ത്രം എന്നിലുള്ളൂ. നമുക്ക് എത്ര വസ്ത്രങ്ങളാണ് ഓ ഉമ്മമാരെ, എത്ര വസ്ത്രങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. മന്ത്ലി ഡ്രസ് എടുക്കുന്നവരുണ്ട്, വീക്ക്ലി ഡ്രസ് എടുക്കുന്നവരുണ്ട്, ഇങ്ങനെ വസ്ത്രങ്ങളുടെ കൂമ്പാരം കൂട്ടി കൂട്ടി വെക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിടാനില്ലാത്ത എത്ര ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഇന്നുമുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതേ പാവങ്ങളായ ജനങ്ങൾ കൊതിച്ചു പോകുന്നു, എനിക്കൊരു വസ്ത്രം ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ വാങ്ങാൻ പ്രയാസപ്പെടുന്നവർ നമ്മുടെ നാട്ടിലിൻ്റെ പരിസരങ്ങളിലുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ജീവിതമോ മന്ത്ലി വസ്ത്രം വാങ്ങണം. അതുപോലെ ഓരോ കല്യാണം വരുമ്പോഴും വസ്ത്രം വാങ്ങണം. ഓരോ വിഷയത്തിനും നാം വസ്ത്രം വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു നിർബന്ധമായ സാഹചര്യം നമ്മളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അതെടുക്കാത്തതിൻ്റെ പേരിൽ എത്ര വിഷമങ്ങളാണ് ആ വീട്ടിലുണ്ടാകുന്നത്. ആ വിഷയത്തിൽ എന്തെല്ലാം തർക്കങ്ങളാണ് ആ വീട്ടിലുണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണോ ജീവിതം ജീവിക്കേണ്ടത്? ഒരു ഭർത്താവ് വസ്ത്രം വാങ്ങിയില്ലെങ്കിൽ ചീത്ത പറയുന്ന ഭാര്യമാരില്ലേ? എന്തുകൊണ്ട് ഇയാൾക്ക് വാങ്ങിയില്ല? എന്തുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ഇയാൾ അതിന് വാങ്ങാൻ വേണ്ടി മടി കാണിക്കുന്നു എന്ന് ചിന്തിക്കാതെ തർക്കിക്കുന്ന കുടുംബം, പിണങ്ങുന്ന കുടുംബം, അതുപോലെ അപ്പുറം ഇപ്പുറവും ചൊടിക്കുന്ന കുടുംബം. ഇങ്ങനെ ഒരിക്കലും ഭാര്യ ഭർത്താക്കൾ ആവശ്യമില്ലാതെ അനാവശ്യമായി തർക്കിക്കുന്നത് ആ കുടുംബത്തിന് നന്മയല്ല, ആ കുടുംബത്തിന് വിജയമേ അല്ല. നല്ല കുടുംബ ജീവിതം ഉണ്ടാവണം. അതിനോ സഹകരിച്ച് ജീവിക്കണം.
മഹാനായ അമീറാകുന്ന വസീറാകുന്ന ഹിംസിന്റെ രാജാവ് പറയുന്നു, എന്നിൽ ഒരേ വസ്ത്രമേ ഉള്ളൂ, എനിക്കൊറ്റ വസ്ത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നാം അമീറല്ല, മന്ത്രിയല്ല, പോകട്ടെ, ഒരു പൊളിറ്റിക്കൽ ഒരു മെമ്പറുമല്ലാത്ത നമ്മളോ എത്ര വസ്ത്രങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്, കൂട്ടിവെക്കുന്നത്, വാങ്ങുന്നത്. ഒരിക്കലും ഇസ്ലാം അതിന് സപ്പോർട്ട് ചെയ്യില്ല, മഹാന്മാരതിന് വില വെക്കില്ല, അവരുടെ ജീവിതത്തിൽ അങ്ങനെയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അമീറുൽ മുഅ്മിനീനോട് പറയാണ്, എനിക്കൊരേ വസ്ത്രമേ ഉള്ളൂ, എനിക്കൊരേ വസ്ത്രമേ ഉള്ളൂ. ഫഅനാ അഗ്സിലുഹാ ഫിശ്ശഹരി മറ വഅൻതളിറുഹാ ഹത്താ തജിഫാ. മാസത്തിൽ ഒരു തവണ ഞാൻ ആ വസ്ത്രം കഴുകുകയാണ്. വഅൻതളിറുഹാ ഹത്താ തജിഫാ. ആ വസ്ത്രം വണങ്ങിക്കിട്ടാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം, എൻ്റെ ദിവസം ഞാൻ മാറ്റിവെക്കുന്നത് വസ്ത്രം അലക്കി അതിനെ ഉണക്കിയിട്ട് വരാനാണ് തങ്ങളെ. എന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടി എൻ്റെ അതാ പ്രവൃത്തി പദത്തിലേക്ക് ഞാൻ വരുന്നത്.